72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. മലയാളത്തിൽ നിന്ന് ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ധാകാന്ഡം തുടങ്ങിയ ചിത്രങ്ങൾ അവാർഡിനായുള്ള പ്രധാന മത്സരത്തിലുണ്ട്. മികച്ച നടനുള്ള പട്ടികയിൽ മലയാളത്തിൽ നിന്ന് മമ്മൂട്ടി പരിഗണിക്കപ്പെടുന്നു. സായി പല്ലവി, ആലിയ ഭട്ട് എന്നിവരുൾപ്പെടെ മികച്ച നടിയുടെ പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട്. സംവിധായകൻ ജയരാജാണ് 11-അംഗ ജൂറിയുടെ ചെയർമാൻ. ഹരി, മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കുമോ? മൂന്നാമത്, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് സ്വന്തമാകും. മലയാളത്തിന് അഭിമാനമാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, മലയാളികൾ എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും എല്ലാ കണ്ണുകളും മമ്മൂട്ടിയിലേക്കാണ്. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കുടുംബൻപൂറ്റി എന്ന കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളികൾ സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായിട്ടും ഉയരും. കാരണം ദേശീയ അവാർഡ് നേടുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മലയാള നടന് കിട്ടുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായ രസങ്ങളുണ്ട്, അതിൻ്റേതായ ആകാംക്ഷകളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള അവാർഡ് നോക്കുന്നത്. പക്ഷേ കോമ്പറ്റീഷൻ കുറച്ച് ടഫാണ്. പ്രത്യേകിച്ച് തങ്കലാൻ എന്ന ചിത്രത്തിൽ നിന്ന് വിക്രം ഉണ്ട് പ്രധാനപ്പെട്ട കണ്ടന്ററായിട്ട്. അതോടൊപ്പം തന്നെ ദിൽജിത്ത് ദുസാങ് അമർ സിംഗ് ചംകീല എന്ന സിനിമയിലൂടെ, ഹിന്ദി സിനിമയാണ് അത്, ഇംതിയാസ് അലിയുടെ ചിത്രമാണ്, അതിൽ ഒരു കണ്ടന്ററായിട്ട് നിൽക്കുന്നുണ്ട്. അല്ലു അർജുൻ പുഷ്പ 2-ന് വേണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ പല പല താരങ്ങളുമാണ് പ്രധാനപ്പെട്ട മികച്ച നടൻ എന്ന കാറ്റഗറിയിൽ വരുന്നത്. മികച്ച നടിയായിട്ട് സായി പല്ലവിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അമരൻ എന്ന ചിത്രത്തിലൂടെ. രാജ്കുമാർ പെരിയസ്വാമിയാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. ശിവകാർത്തികേയനാണ് നടനായിരുന്നത്. ശിവകാർത്തികേയനും ഒരുപക്ഷെ മികച്ച നടനുള്ള കാറ്റഗറിയിലേക്ക് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാര്യങ്ങൾ. ആലിയ ഭട്ട് ജിഗ്ര എന്ന സിനിമയിലൂടെ ആലിയ ഭട്ടിൻ്റെ പെർഫോമൻസും സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിനീതി ചോപ്രയും അമർ സിംഗ് ചംകീല എന്ന സിനിമയിലൂടെ തന്നെയാണ് നിൽക്കുന്നത്. കാറ്റഗറിയിൽ പല വിധമുണ്ട്. അതിൽ മികച്ച സിനിമാറ്റോഗ്രാഫി, മികച്ച VFX ഉൾപ്പെടെയുള്ളത് കൽക്കി 2898 AD എന്ന തെലുങ്ക് ചിത്രത്തിന് കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇതെല്ലാം സാധ്യതാ പട്ടികകളാണ്. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയിലേക്ക് ആ അവാർഡ്, മികച്ച നടൻ എന്ന അവാർഡ് മമ്മൂട്ടിയിലേക്ക് പോകുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം നിൽക്കുകയാണ്. വൈകിട്ട് 3 മണിക്കാണ് പ്രഖ്യാപനം എന്നാണ് മനസ്സിലാക്കുന്നത്. ഡിലേ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ 3 മണിയിലേക്ക് തന്നെയാണ് നോക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലേക്ക് മലയാളി തിളക്കം എത്രമാത്രം ഉണ്ടാകും എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഒരുപക്ഷെ മലയാളത്തിൻ്റെ ഒരു ഗോൾഡൻ ടൈം പീരീഡ് ഉണ്ടായിരുന്നൊരു വർഷവും കൂടിയാണ് 24-ൽ റിലീസ് ചെയ്ത സിനിമകൾ. ഭ്രമയുഗവും മഞ്ഞുമൽ ബോയ്സും ഒക്കെ റിലീസ് ചെയ്ത വർഷവും കൂടിയാണ് 2024. സെൻസർ ചെയ്ത വർഷവും 2024 തന്നെയാണ്. അപ്പോൾ 2024-ൽ സെൻസർ ചെയ്ത സിനിമകളാണ് ഇത്തവണ 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ പരിഗണിക്കുക. സംവിധായകൻ ജയരാജാണ് ജൂറി ചെയർമാൻ. 2012-ലും അദ്ദേഹം ജൂറി ചെയർമാൻ ആയിരുന്നു. പക്ഷേ ഇതെങ്ങനെയായിരിക്കും, മലയാളി തിളക്കം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം നിൽക്കുകയാണ്. അവിടെയാണ് ഒരു പക്ഷേ മമ്മൂട്ടിക്ക് ഒരു സാധ്യത, ഒരു പക്ഷേ എന്ന് തന്നെയാണ് പറയാൻ കാരണം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ മമ്മൂട്ടിക്ക് തന്നെ കൊടുക്കണമെന്നുള്ള ചോദ്യങ്ങൾ, ട്വിറ്റർ, എക്സ് ഹാൻഡിൽസിലൊക്കെ ആ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ വളരെ സജീവമാണ്. പക്ഷേ കാത്തിരിക്കാൻ വെച്ചത് മമ്മൂട്ടിയിലേക്ക് വീണ്ടും ആ നാഷണൽ അവാർഡ് തേടി എത്തുമോ എന്നുള്ളത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.